വസു ബുള്ളറ്റ് എടുക്കാതെ ഇടവഴിയെ വീട്ടിലേക്ക് നടന്നാലോ എന്നാലോചിച്ചു. വേണ്ട, ആരെങ്കിലും കണ്ട 100 ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. എന്നാലും ഇങ്ങനെ ഒരു പെണ്ണിനെ ആദ്യമായാ കാണുന്നത്. വല്ലാത്തൊരു നേച്ചർ തന്നെ. തലതെറിച്ച സാധനം. ഇതിൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വല്ല അവാർഡും കൊടുക്കണം. അവൻ സ്വയം ഒന്ന് നോക്കി. വേണ്ടാത്ത പണിയായിപ്പോയി. ഇതിപ്പോ അമ്മയോടെന്തു പറയും? വൈശു എങ്ങാനും കണ്ട അമ്മേ വീണ്ടും നാറുമല്ലോ. എല്ലാത്തിനും കാരണം ആ പൂച്ചക്കണ്ണിയാ. അവൻ മുണ്ടൊന്ന് മടക്കി കുത്തി. ഇനി കോളേജിൽ പോകുമ്പോൾ ജീൻസാ നല്ലത്. അവൾ അവിടെ ഉള്ളിടത്തോളം മുണ്ട് സേഫല്ല. അവൻ മനസ്സിലോർത്തുകൊണ്ട് ബുള്ളറ്റിൽ കയറി. വീടെത്തും മുന്നേ അവൻ ബുള്ളറ്റ് നിർത്തി. പിന്നെ മെല്ലെ തള്ളിക്കൊണ്ട് വീടിനരികെ ചേർത്ത് വച്ചു. അമ്മയുടെ കണ്ണിൽപ്പെടാതെ എങ്ങനെ അകത്ത് കയറും? വൈശു പോയിട്ടുണ്ടാവില്ല. ഇതിപ്പോ ആകെ പെട്ടല്ലോ. അവൻ ആലോചിച്ചു നിൽക്കുമ്പോൾ ആണ് അച്ഛനായ വിഷ്ണുവർദ്ധൻ കാർ എടുക്കുന്നത് അവൻ. എൻ്റെ അമ്മേ, അച്ഛൻ! ഇതിപ്പോ പണിയാകുമല്ലോ. അവൻ മതിലിന് സൈഡിലൂടെ മുണ്ടും മടക്കി ഓടി. പിന്നിലെത്തിയതും മതിൽ ചാടിക്കടന്നു. ഹോ, സമാധാനം. അവൻ വേഗം ഷർട്ടൂരി കയ്യിൽ പിടിച്ചു. ഇതിപ്പോ അവൻ ചുറ്റും നോക്കി. വേണ്ട, ഇവിടിട്ട അമ്മയുടെ കണ്ണിൽപ്പെടും. ഇല്ലേ ആ കുരുപ്പ് കാട്ടിക്കൊടുക്കും. റൂമാണ് സേഫ്. അവൻ അടുക്കള വഴി പമ്മിക്കയറി തൻ്റെ റൂമിലേക്ക് നടന്നു. റൂമിലെത്തിയതും നേരെ ബാത്റൂമിൽ കയറി ഷർട്ടും മുണ്ടും അലക്കാൻ തുടങ്ങി. ശോ, സമയം പോവാണല്ലോ. ഇന്ന് മീറ്റിംഗും ഉണ്ട്. അവനത് ബാത്റൂമിൽ തൂക്കിയിട്ട് ഒന്നുകൂടി കുളിച്ച് റെഡിയായി താഴേക്ക് പമ്മി ഇറങ്ങി. ആരുടെയും കണ്ണിൽപ്പെടാതെ ബുള്ളറ്റിൻ്റെ അരികെ എത്തി. തൻ്റെ ബുള്ളറ്റിൻ്റെ അടുത്ത് ഒരാൾ നിൽക്കുന്നത് കണ്ടതും അവൻ്റെ മുഖം ചുളുങ്ങി. തിരിഞ്ഞു നിന്നതുകൊണ്ട് ആളുടെ മുഖം കാണുന്നില്ല. അവൻ അരികിലേക്ക് നടന്നു. ആരോ വരുന്ന ശബ്ദം കേട്ടതും അയാൾ തിരിഞ്ഞു. അയ്യോ, ആരിത്? അങ്കിളോ? വസു അമ്പരപ്പോടെ ചോദിച്ചു. അയാൾ ഒന്ന് പുഞ്ചിരിച്ചു. നിന്റെ ബുള്ളറ്റ് എന്താ ഇവിടെ എന്ന് നോക്കിയതാ. അത് ഞാൻ. അവനൊന്ന് പരുങ്ങി. എന്താ കണ്ണ, വല്ല ചുറ്റിക്കളിയും തുടങ്ങിയോ? അയ്യോ ഇല്ലങ്കിൾ, ഇത് ഒരു പണി കിട്ടിയതാ. സത്യം അങ്കിൾ. അങ്കിൾ അറിയാത്തത് എന്തെങ്കിലും എൻ്റെ ലൈഫിലുണ്ടോ? ഇതിനെപ്പറ്റി വൈകുന്നേരം നമുക്ക് സംസാരിക്കാം. അങ്കിൾ വരുന്ന വഴിയല്ലേ? അതെ കണ്ണ. ആ, എന്നാ വീട്ടിലേക്ക് ചെല്ല്. എൻ്റെ റൂം പൂട്ടിയിട്ടില്ല. പിന്നെ അങ്കിൾ എന്നെ ഇപ്പോൾ ഇവിടെ കണ്ടെന്ന് വീട്ടിൽ പറയല്ലേ. അയാളുടെ കണ്ണുകൾ ചുരുങ്ങി. ഇങ്ങനെ നോക്കല്ലേ എൻ്റെ അങ്കിൾ. എനിക്ക് കള്ളത്തരമൊന്നുമില്ല. വന്നിട്ട് ഞാൻ വിശദമായി പറയാം. അങ്കിളിൻ്റെ കാർ എവിടെ? അത് സർവീസിന് കൊടുത്തു. മോൻ പോയിട്ട് വാ. എനിക്ക് വല്ലാത്ത ക്ഷീണം. ഒന്ന് കിടക്കണം. അയാൾ ഇടത് കാലിൽ ബലം കൊടുത്ത് മുടന്തി നടന്നകന്നതും വസുവിൻ്റെ മുഖത്ത് വേദന നിഴലിച്ചു. കുറച്ച് സമയം നോക്കി നിന്ന ശേഷം അവൻ ബുള്ളറ്റെടുത്ത് കോളേജിലേക്ക് പറന്നു. ശരീരം മുഴുവൻ പെയിൻറ്റുമായി വരുന്ന ജെന്നിയെ കണ്ടതും സാറയുടെ കണ്ണ് മിഴിഞ്ഞു. ഗാർഡനിലെ വുഡൻ ബെഞ്ചിലിരുന്ന് ബുക്ക് വായിക്കുകയായിരുന്നു സാറ. അയ്യോ, എൻ്റെ ഡ്രസ്സ്! സാറയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. എൻ്റെ ജെന്നി, നീ എന്താ പെയിന്റ് ടിന്നിൽ വീണോ? അവർ കണ്ണ് മിഴിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. വീണതല്ല, ഒരു മാക്കാൻ വീഴ്ത്തിയതാ. ആ, അപ്പോ ഇവിടെയും തുടങ്ങിയല്ലേ? അവളൊന്നും മിണ്ടാതെ റൂമിലേക്ക് ഓടി. സാറ അവളുടെ പിന്നാലെ ഓടി. ജെന്നി ബാത്റൂമിൽ കയറിയതും സാറ കൂടെ കയറി. നിൽക്ക് മോളെ, മമ്മി ബാക്കിൽ നിന്ന് മൂരാം. മുടിയിൽ പറ്റിയ പോകില്ല. അപ്പോഴും അവളൊന്നും മിണ്ടിയില്ല. ആ മൗനം സാറയെ ഭയപ്പെടുത്തി. ഇത് ചെയ്തവനെ കാത്തിരിക്കുന്നത് എന്താണോ ആവോ. അവൾ ഫ്രഷായി വേഗം താഴേക്കിറങ്ങി. മോളെ, ഇന്നെനി പോണോടാ?
പോണം മമ്മി, എനിക്ക് ചിലരെ ഒന്ന് നേരിൽ കാണണം. അവളുടെ മുഖം വല്ലാതെ വലിഞ്ഞു മുറുകിയിരുന്നു. സാറയുടെ നെഞ്ചിടിപ്പ് കൂടി. കോളേജിൽ കാല് കുത്തിയില്ല, അതിനു മുന്നേ ഓരോ പ്രോബ്ലംസ് തുടങ്ങി. ഇതിനി എവിടെ ചെന്ന് അവസാനിക്കുമോ എന്തോ. അവർ വേഗം ഫോൺ എടുത്തു. മാനുവലിനെ വിളിച്ച് വിവരം പറഞ്ഞു. എൻ്റെ പൊന്നു സാറാ, നീ അത് വിട്. അവൾക്കറിയാം എന്ത് എപ്പോൾ ചെയ്യണമെന്നൊക്കെ. നീ വെറുതെ ടെൻഷൻ ആകണ്ട. ഇച്ചായൻ മോളെ ഒന്ന് വിളിക്ക്. എനിക്കിഷ്ടമുള്ള ഡ്രസ്സായോണ്ട് അവൾ ആ കുട്ടിക്ക് എന്തെങ്കിലും പണി തിരിച്ചു കൊടുക്കാതിരിക്കില്ല. അവളുടെ സ്വഭാവം ഇച്ചായനറിയാലോ. ഓ ശരി ശരി, എൻ്റെ സാറാ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. അയാൾ ഫോൺ വച്ചതും അവർ ആലോചനയോടെ നിന്നു. ജെന്നി കോളേജിലെത്തുമ്പോൾ ക്ലാസ് തുടങ്ങിയിരുന്നു. അവൾ തൻ്റെ ക്ലാസ് റൂമിലെത്തിയതും പാറുവും അനിയും തനിയും മിഡിൽ ബെഞ്ചിലിരുന്ന് തലപൊക്കി. സോഫിയയായിരുന്നു ക്ലാസ് എടുത്തിരുന്നത്. പിള്ളേരുടെ കണ്ണ് വാതിലിലാണെന്ന് കണ്ടതും സോഫിയ അങ്ങോട്ട് നോക്കി. ആഹാ, ഫസ്റ്റ് ഡേ തന്നെ ലേറ്റാണല്ലോ. വാടോ. ജെന്നി ചിരിയോടെ അകത്തേക്ക് കയറി. ഗുഡ് മോർണിംഗ് മിസ്. മോർണിംഗ് മോർണിംഗ്. എന്താ ജെന്നി, ഉറങ്ങിപ്പോയോ? അയ്യോ അല്ല മിസ്, വഴിയിൽ ചെറിയ പണി തന്നു. ശരി, പോയിരിക്കെ. അവർ പറഞ്ഞതും പാറു ഒതുങ്ങിയിരുന്നു കൊടുത്തു. ജെന്നി അവർക്കൊപ്പം ഇരുന്നു. എന്താടാ പറ്റിയത്? ഓ ഒന്നും പറയണ്ട, ഇന്ന് രാവിലെ തന്നെ ഒരടാറ് പണി കിട്ടി. അവൾ പതിയെ പറഞ്ഞു. സൈലൻസ്. സോഫിയ പറഞ്ഞതും അവൾ നിശബ്ദയായി. പിന്നെ പറയാം, അവൾ ചുണ്ടനക്കി. അപ്പോഴാണ് വരാന്തയിലൂടെ പ്രിൻസിയുടെ ഒപ്പം നടന്നു വരുന്ന വസുവിനെ അവൾ കാണുന്നത്. മരപ്പട്ടി, എൻ്റെ മമ്മയുടെ ഫേവറേറ്റ് ഡ്രസ്സാ നീ ചീത്തയാക്കിയത്. വച്ചിട്ടുണ്ട് ഞാൻ. അവൾ ദേഷ്യത്തോടെ മുഖം ചുളിച്ചു. അവളുടെ ക്ലാസ്സിന് മുന്നിലെത്തിയതും അറിയാതെ വസുവിൻ്റെ നോട്ടം അകത്തേക്ക് പാറി വീണു. കണ്ണുകൾ ഒരു മുഖം തേടി. കണ്ടു കിട്ടിയതും അവൻ്റെ ഉള്ളിൽ എന്തോ ഒരിത്. അവളുടെ പൂച്ച കണ്ണുകൾ അവനിൽ തറച്ചതും രാവിലെ അവൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച സീനാണ് അവൻ്റെ മനസ്സിൽ തെളിഞ്ഞത്. അതവനിൽ ചെറിയ പുഞ്ചിരി വിരിയിച്ചു. എന്നാൽ അവൻ തന്നെ കളിയാക്കിയതുപോലെയാണ് അവൾക്ക് തോന്നിയത്. പോടാ പട്ടി. അവൾ അവനെ നോക്കി ചുണ്ടനക്കി. അവൻ കണ്ണു കൂർപ്പിച്ചു. ഇതൊക്കെയും കടക്കണ്ണിലൂടെ വീക്ഷിച്ച് സോഫി ചിരിയടക്കി. ലഞ്ച് ടൈം ആയതും ജെന്നിയും ഫ്രണ്ട്സും ക്യാൻറ്റീനിലേക്ക് നടന്നു. ജെന്നിയുടെ കണ്ണുകൾ ആരെയോ തേടുന്നുണ്ട്. നീ ആരെയാ പെണ്ണെ ഈ നോക്കുന്നേ? അത് ഞാൻ വെറുതെ ഒന്നുമല്ല. രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. നിനക്കെന്തോ കുഴപ്പമുണ്ട്. എനിക്കെന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. നിങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്യ്, ഞാൻ ഇപ്പോൾ വരാവേ. അവരുടെ മറുപടി കാക്കാതെ അവൾ എണീറ്റ് ഓടിക്കഴിഞ്ഞു. ഇവൾക്കിത് എന്താ പറ്റിയത്? കുറച്ചു കഴിഞ്ഞതും അവൾ ക്യാൻറ്റീനിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോഴാണ് വസുവും കൂടെ ഒരു പെൺകുട്ടിയും നടന്നു വരുന്നത് അവൾ കാണുന്നത്. അവനവളെ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കാതെ നടന്നു. അവൻ പോയതും ജെന്നി ഒന്ന് കറങ്ങി നോക്കി. എവിടെ? അവൻ ആ പെണ്ണിനോട് സംസാരിച്ച് നടന്നു. ആരാകും അത്? അവൾ വിരൽ കടിച്ചുകൊണ്ട് ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. നീ ഇതെവിടെ പോയതാ ജെന്നി? അവൾ കുഞ്ഞുവിരൽ ഉയർത്തി. അതിന് ഇവിടുണ്ടായിരുന്നല്ലോ, പറയണ്ടേ? ഇവിടുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല, സോറി. അവൾ ഇളിച്ചു. ചൂടോടെ ചിക്കൻ ബിരിയാണി തട്ടുമ്പോൾ ആ പെൺകുട്ടി ആരാണ് എന്ന ചിന്ത അവളെ വേട്ടയാടി. അല്ല, അവളിപ്പോൾ ആരായാലും എനിക്കെന്താ? അവൾ ആസ്വദിച്ച് കഴിച്ചു. അവർ കഴിച്ച് തീരാറായപ്പോൾ വസുവും ഗ്യാങ്ങും അവിടേക്കെത്തി. ഒപ്പം ആ പെൺകുട്ടിയും. ജെന്നി അവരെ ശ്രദ്ധിച്ചു. അവർ ചിരിയോടെ സംസാരിക്കുന്നു. അവൾ അവൻ്റെ കയ്യിലടിക്കുന്നു. അവളുടെ ആ ചിരി, അത് കൊള്ളാം. ഇതാരാണ്? ജെന്നി നോക്കുന്നത് കണ്ട് അനി അവളെ ഞോണ്ടി. എടാ, അത് എലീന, ചെയർമാൻ്റെ ഫ്രണ്ടാ.
അവർ എപ്പോഴും ഒന്നിച്ചാ. ഇടത് അനീഷ്, അതിനപ്പുറം വിനു, മറ്റേത് സനൽ. ഇവർ 5 ഫിംഗേഴ്സാ. അവരുടെ ഗ്യാങ് പവർഫുള്ളാ. അല്ലാതെ ആ അഭിമന്യുവിൻ്റെ ഗ്യാങ് പോലല്ല. ഇവർ ഒറ്റക്കെട്ടായി നിൽക്കും, എന്തിനും ഏതിനും. ഈ ക്യാമ്പസ് മുഴുവൻ പറയുന്നത് അതാണ്. അവർ കഴിച്ചു കഴിഞ്ഞതും ബില്ല് പേ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഒരു സുന്ദരൻ പയ്യൻ അവിടേക്ക് വരുന്നത്. ചേട്ടാ, ഊണുണ്ടോ? അനിയുടെ കണ്ണുകൾ തിളങ്ങി. എൻ്റെ പൊന്നോ, എന്ത് ഗ്ലാമറാ! അവളിലെ പിടക്കോഴി ഉണർന്നു. അവൾ അവനെ നോക്കിയതും പാറു അവളെ നോക്കി കണ്ണുരുട്ടി. പുടി, നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നും പറഞ്ഞ് എനിക്ക് പാടില്ലെന്നുണ്ടോ? ഞാൻ ഈ കോളേജിൽ ചേർന്ന് തന്നെ പറ്റിയ ഒരെണ്ണം സെറ്റാക്കി എടുക്കാനാ. ഇവളെ കൊണ്ട് തോറ്റല്ലോ ദൈവമേ. പാറു തലയിൽ കൈവച്ചു. ജെന്നി ബില്ലും കൊടുത്തിറങ്ങി. പിന്നാലെ അവരും. സ്റ്റെപ്പ് ഇറങ്ങും മുന്നേ ജെന്നി ഒന്ന് തിരിഞ്ഞു നോക്കി. വസു എലീനയുമായി കത്തിയടിക്കുകയാണെന്ന് കണ്ടതും അവൾ പെട്ടെന്ന് തിരിഞ്ഞു. ആരുടെയോ ദേഹത്ത് തട്ടി അവൾ വീഴാനാഞ്ഞു. പെട്ടെന്നൊരു കൈ അവളുടെ ഇടുപ്പിൽ മുറുകി. വസുവിൻ്റെ കണ്ണുകൾ കുറുകി. ഐ ആം സോറി, അവൾ പെട്ടെന്ന് പറഞ്ഞു. സാരമില്ല, താൻ വീഴാതെ പിടിച്ചു എന്നേ ഉള്ളൂ. താങ്ക്സ്. ഓക്കെ, വരവ് വച്ചിരിക്കുന്നു. അവൻ ചിരിച്ചു. ഞാൻ സഞ്ജയ്, തൻ്റെ ബാച്ചാണ്. അയ്യോ, ആണോ? ശ്രദ്ധിച്ചിട്ടില്ല. അറിയാം, അതുകൊണ്ടാണല്ലോ പറഞ്ഞത്. ജെന്നി ചിരിച്ചു. ശരി, അപ്പൊ കാണാം സഞ്ജയ്. അവൾ കൈ നീട്ടി. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. പാറുവും അനീറ്റയും തസ്നയും കാഴ്ചക്കാരായി. വസു കടക്കണ്ണാൽ ഒക്കെയും കാണുന്നുണ്ട്. അവർ ക്ലാസ്സിലേക്ക് നടന്നു. അനി എന്തോ ആലോചിച്ച് നഖം മുഴുവൻ കടിച്ചെടുക്കുന്നുണ്ട്. എന്താടി ഇത്? ബിരിയാണി തിന്നിട്ടും നിന്റെ വിശപ്പ് മാറിയില്ലേ? തനി അവളെ നോക്കി ദഹിപ്പിച്ചു. അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു, നമ്മൾ ക്യാൻറ്റീനിൽ വെച്ച് കണ്ട ഗ്ലാമർ പയ്യൻ സീനിയർ ആയിരിക്കുമോ എന്ന്. എന്തിന്? പാറു കണ്ണുരുട്ടി. എനിക്ക് ലവ് അറ്റ് ഫസ്റ്റ് അടിച്ചെന്നാ തോന്നുന്നേ. അവൾ കുണുങ്ങി. അയ്യേ, ഈ പെണ്ണിതെന്താ ഇങ്ങനെ? പാറു മുഖം ചുളിച്ചു. എടി കോഴി, നിനക്ക് ആരെ കണ്ടാലും ഇങ്ങനെ തന്നെ ആണല്ലോ? തനി ചോദിച്ചു. ഇതങ്ങനെയല്ലടാ, ഉള്ളിൽ എന്തോ ഒരിത്. ആ, അത് ഗ്യാസിൻ്റേതാ. 2 കീഴ്ശ്വാസം വിട്ടാ ശരിയാകും. ജെന്നി ചിരിയോടെ പറഞ്ഞു. പാറുവും തന്നെയും പൊട്ടിച്ചിരിച്ചുപോയി. പൊടി പൊട്ടി, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. വിളറിയ മുഖത്തോടെ അനി നിന്നു. അവർ ക്ലാസ്സിൽ കയറിയതും സഞ്ജയ് ചിരിയോടെ കയറി വന്നു. ഫ്രണ്ട്സ്, അറിഞ്ഞോ? എന്താ? നമുക്ക് അക്കൗണ്ട്സ് എടുക്കുന്നത് പുതിയ സാറാ. സോഫിയ ടീച്ചർ ഇനി ഇക്കണോമിക്സ് മാത്രമേ എടുക്കൂ എന്ന്. ആണോ? ആരാ പറഞ്ഞത്? ക്യാൻറ്റീനിൽ അതായിരുന്നു ചർച്ച. അങ്ങനെ അറിഞ്ഞതാ. ക്യാൻറ്റീൻ എന്ന് കേട്ടതും ജെന്നിയുടെ മനസ്സ് വസുവിനെയും എലീനയെയും ഓർത്തു. ഛേ, പിന്നെയും ഇതെന്താ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നേ? കുന്തം. ബെൽ മുഴങ്ങിയതും ക്ലാസ്സിലേക്ക് ആരോ കടന്നു വന്നതുപോലെ എല്ലാവരും നേരെ നോക്കി. അനി മിഴിച്ചിരുന്നു പോയി. ഇതല്ലേ? ദേടി, നിന്റെ ഫസ്റ്റ് സൈറ്റ്. തനി അവളെ തട്ടി. അനിയാണെങ്കിൽ പോയ കിളികളെ തിരിച്ചു പിടിക്കാനുള്ള വെപ്രാളത്തിലായിരുന്നു. ഹായ്, ഐ ആം കിഷോർ. ഞാനാണ് ഇന്നു മുതൽ നിങ്ങൾക്ക് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് എടുക്കുന്നത്. അമ്മേ! അനി ഞെട്ടിപ്പോയി. സൈറ്റടിക്കാൻ പറ്റിയ മുതൽ. ജെന്നി ചിരിയടക്കി. അനിയുടെ മുഖം ദയനീയമായി. ആ, അപ്പോൾ നമുക്ക് പരിചയപ്പെട്ടുകൊണ്ട് തുടങ്ങാം അല്ലേ? നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും പറഞ്ഞോളൂ. ഇന്നലെ ഞാൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാ. കിഷോറിൻ്റെ ചിരി കണ്ടതും അനി ഫ്ലാറ്റ്. ഇങ്ങേർ എനിക്കുള്ളത് തന്നെ. ഞാൻ ഇങ്ങേരെയും കൊണ്ടേ മറിയൂ. ഇങ്ങേര് കെട്ടിയതാണോ എന്നൊന്ന് അറിഞ്ഞിട്ട് പോരെ എൻ്റെ മോളെ സ്വപ്നം കാണൽ. ജെന്നി പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ലല്ലോ എന്നവൾ ഓർത്തത്. അവൾ ചാടി എണീറ്റു. സാറേ, എല്ലാവരുടെയും കണ്ണുകൾ അവിടേക്കായി. യെസ്, പറയൂ.
പറയാനല്ല, ചോദിക്കാനാ ഉള്ളത്. ശരി, ചോദിച്ചോളൂ. സാറിൻ്റെ മാരേജ് കഴിഞ്ഞതാണോ? കൂട്ടച്ചിരി ഉയർന്നതും അനി ഒന്ന് ചമ്മി. ഏയ് പതിയെ. കിഷോർ ചിരിയോടെ കൈ ഉയർത്തി. എന്താ തൻ്റെ പേര്? അനീറ്റ. ആ അനീറ്റ, ഇപ്പോൾ സമയം 2:30. ഈ സമയം വരെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എന്തേ? വീണ്ടും കൂട്ടച്ചിരി. മതി, അത് മതി, അതറിഞ്ഞാൽ മാത്രം മതി. അവൾ തലയാട്ടിക്കൊണ്ടിരുന്നു. കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയാണല്ലോ പെണ്ണെ, തനി മെല്ലെ പറഞ്ഞു. പിന്നല്ല, സംശയങ്ങളൊന്നും വച്ചോണ്ടിരിക്കരുതെന്ന് എൻ്റെ അമ്മമ്മ എപ്പോഴും പറയും. ഇതിപ്പോ എൻ്റെ റൂട്ട് ക്ലിയർ ആയില്ലേ? ഇനി വളച്ചൊടിച്ച് കുപ്പിയിലാക്കണം. ഒരേ ഒരു മാസം, അത് മതി എനിക്ക്. നിങ്ങൾ നോക്കിക്കോ. ആ നിൽക്കുന്ന മുതലിൻ്റെ കൈയും പിടിച്ച് ഈ പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയിലൂടെ. അയ്യോ, ഡയലോഗ് മാറിപ്പോയി. എന്തായാലും നിങ്ങൾക്ക് കാര്യം പിടികിട്ടല്ലോ, അത്രേ ഉള്ളൂ. കണ്ടാ മതി. കാണും, അനിയാ പറയുന്നേ. അപ്പോഴേക്കും ഓരോരുത്തരെ പരിചയപ്പെട്ട കിഷോർ അവരുടെ അടുത്തെത്തി. ഫോർ ദ പീപ്പിൾ, എന്താണ് ഒരു ഗൂഢാലോചന? കിഷോറിൻ്റെ വിടർന്ന ചിരി കണ്ടതും അനി, സാറിൻ്റെ ചിരി കാണാൻ നല്ല ഭംഗിയാണ്. കിഷോറിൻ്റെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി. താനാള് കൊള്ളാലോ. അതെയോ സാർ? എല്ലാവരും പറയും. പിന്നെ എനിക്കതിൻ്റെ ജാടയൊന്നുമില്ല കേട്ടോ. കിഷോർ ഒന്ന് തലയാട്ടി. അവൾ അവനെ നോക്കി വിടർന്നൊന്ന് ചിരിച്ചു. കിഷോർ എല്ലാരെയും പരിചയപ്പെട്ടു. ഇനി നമുക്ക് ക്ലാസ് ഒന്ന് തുടങ്ങി വെച്ചാലോ? നിങ്ങൾ റെഡിയല്ലേ? അവൻ്റെ ചോദ്യം കേട്ടതും അനി, അങ്ങോട്ട് തുടങ്ങ സാറേ. എന്ത് സൂപ്പർ വോയിസ് ആണെന്നറിയോ സാറിൻ്റേത്. കേട്ടിരുന്നു പോകും. ആ, കേട്ടിരുന്ന തനിക്ക് കൊള്ളാം, അല്ലേ തോറ്റിരുന്നു പോകും. കിഷോർ പറഞ്ഞതും കൂട്ടച്ചിരി ഉയർന്നു. ഈ പെണ്ണ്. പാറു അവളെ നുള്ളി. ആ, എന്താടി നീ ഒന്ന് അടങ്ങിയിരിക്കുന്നുണ്ടോ അനി? ആ ശരി, ഇരുന്നോളാം. അനി വായ പൂട്ടി. പക്ഷേ ക്ലാസ് എടുക്കുന്ന കിഷോറിൻ്റെ ചോര മുഴുവൻ അവൾ ഊറ്റി. കിഷോർ അത് കാണുകയും ചെയ്തു. സത്യത്തിൽ അവളുടെ ആ നോട്ടം കിഷോറിന് അല്പം ജാള്യതയുണ്ടാക്കി. അവൻ ഇഗ്നോർ ചെയ്യാൻ ശ്രമിച്ചിട്ടും അവൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടെ അവളിൽ പാറി വീണു. അവളാണെങ്കിൽ അവനിലങ്ങ് ലയിച്ചിരിക്കുകയാണ്. എങ്ങനെയും ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയെന്നായി കിഷോറിന്. ബെൽ മുഴങ്ങിയതും അവൻ ജീവനും കൊണ്ടിറങ്ങി ഓടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഡാ, നമുക്കിറങ്ങിയാലോ? എനിക്കിനി ഇവിടെ ഇരിക്കാൻ വയ്യ. നമുക്ക് ആ ക്യാൻറ്റീനിലോ ഗാർഡനിലോ വല്ലതും പോയി ഇരിക്കാം, അനി മുഷിഞ്ഞു പറഞ്ഞു. എനിക്കും ഒരു തലവേദന പോലെ, വിട്ടാലോ? ജെന്നിയും ഓക്കെ പറഞ്ഞതും പെൺപിള്ളേർ 4 ക്ലാസ്സിൽ നിന്നും ഇറങ്ങി. ഹലോ, എവിടേക്കാ? വസുവിൻ്റെ ശബ്ദം കേട്ടതും അവർ നിന്നു. ഞങ്ങൾ എവിടേക്കായാലും തനിക്കെന്താ? ആഹാ, അത് കൊള്ളാലോ. ആസ് എ ചെയർമാൻ എനിക്കറിയണം ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുവെന്ന്, പ്രത്യേകിച്ച് നീ. അവൻ ജെന്നിയെ ചൂണ്ടി. ഓഹോ, അതിവിടുത്തെ നിയമം. അതിവിടുത്തെ നിയമം. ദേ, രാവിലത്തെ സംഭവം ഓർമ്മയുണ്ടല്ലോ. എന്നോട് കളിക്കാൻ നിൽക്കല്ലേ. നീ ആരാണെന്നാടി നിന്റെ വിചാരം? ഞാൻ ആരായാലും തനിക്കെന്താ? എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. ചിലപ്പോൾ ക്ലാസ് കട്ട് ചെയ്യും, മൂവിക്ക് പോകും, ചുറ്റിയടിക്കും, പ്രേമിക്കും. ഇതൊക്കെ ചോദിക്കാൻ താൻ ആരാ? എൻ്റെ കെട്ടിയോനോ? ജെന്നി ദേഷ്യത്തിൽ പറഞ്ഞു പറഞ്ഞ് അവൻ്റെ നേർക്ക് നടന്നു. പെട്ടെന്ന് കാലൊന്ന് മടങ്ങി അവൾ അവൻ്റെ മേലേക്ക് മറിഞ്ഞുപോയി. പെട്ടെന്നുള്ള അവളുടെ വീഴ്ചയിൽ അവൻ്റെ ബാലൻസ് പോയി. രണ്ടും കൂടി നിലത്തേക്ക് മറിഞ്ഞു. അയ്യോ! പെൺപിള്ളേരുടെ കോറസ്. ജെന്നിയുടെ മുഖം നെഞ്ചിലമർന്നതും വസു കണ്ണുകൾ അടച്ചു പിടിച്ചു. അവൾക്ക് വല്ലാത്തൊരു വെപ്രാളം തോന്നി. ജെന്നി ചാടിപ്പിടഞ്ഞെണീറ്റു. തനിക്കൊന്ന് പിടിച്ചൂടായിരുന്നോടോ? ആഹാ! അവൻ ചാടി എണീറ്റു. വെറുതെ നിന്ന് എൻ്റെ നെഞ്ചത്തോട്ട് വന്ന് കയറിയിട്ട് ഇപ്പോൾ എൻ്റെ കുറ്റമായോ? ആഹാ! വെറുതെ പാട് നോക്കി പോയിരുന്ന ഞങ്ങളെ താനല്ലേടോ പിടിച്ചു നിർത്തിയത്. അതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്.
തനിക്ക് വേറെ പണിയൊന്നുമില്ലേ? ക്ലാസ്സിലും കയറാതെ ബാക്കിയുള്ളവർ എവിടെ പോകുന്നു എന്ന് നോക്കി നടക്കുക. മാക്കാൻ മാക്കാൻ നിന്റെ തന്ത. ഡോ 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 തന്നെ ഞാൻ. എന്താ ഇവിടെ? സോഫിയുടെ ഒച്ച കേട്ടതും വസു ഒന്നും മിണ്ടിയില്ല. വസുദേവ് വന്നേ, ചോദിക്കട്ടെ. അല്ല, നിങ്ങളെവിടേക്കാ? ക്യാൻറ്റീൻ വരെ മിസ്. ശരി, വേഗം വരണം. ആ മിസ്. അവർ പോയതും പെൺപിള്ളേർ. എൻ്റെ ജെന്നി, നിനക്കിതെന്താ? എന്ത്? നിങ്ങൾ കണ്ടില്ലേ? വെറുതെ ചൊറിയാൻ നിൽക്കുക. ചൊറിമാൻ. അവൾ ചവിട്ടിക്കുലുക്കി നടന്നു. മിസ്സിനൊപ്പം നടന്ന വസു ഒന്ന് തിരിഞ്ഞു നോക്കി. ചട്ടമ്പി. അവൻ്റെ ചുണ്ടിൻ്റെ കോണിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അത് കണ്ട് 2 കണ്ണുകൾ ജ്വലിച്ചു. കോളേജ് കഴിഞ്ഞ് എല്ലാവരും പോയപ്പോൾ മീറ്റിംഗും കഴിഞ്ഞു വന്ന വസു പാർക്കിംഗ് ഏരിയയിലെത്തി. അവൻ ഞെട്ടിപ്പോയി. ആരോ ബുള്ളറ്റിൻ്റെ കാറ്റൂരി വിട്ടിരിക്കുന്നു. അവൻ്റെ മനസ്സിൽ പൂച്ച കണ്ണുകൾ ഓടിയെത്തി. അവൻ ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി. കാറുമായി വന്ന സോഫിയ അവനെ കണ്ടു നിർത്തി. എന്താ വസുദേവ്? അത് മിസ്. ആരോ പണി തന്നതല്ലേ? ആളെ അറിയോ? ആ കുട്ടിയാണോ? ജെന്നിഫർ. അവൻ തലയാട്ടി. സോഫി കാറിൽ നിന്നും ഇറങ്ങി. അത് നമുക്ക് ജോണിയെ കൊണ്ട് ശരിയാക്കാം. വസുദേവ് വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അവൻ ബുള്ളറ്റിലേക്കൊന്ന് നോക്കി. സോഫി ഫോൺ എടുത്ത് സെക്യൂരിറ്റി ജോണിനെ വിളിച്ചു. വിവരം പറഞ്ഞിട്ട് അവർ കാറിലേക്ക് കയറി. വസു അവർക്കൊപ്പം കയറി. എന്താടോ ആ കുട്ടിയുമായി ഒരു ഇഷ്യൂ? ഒന്നുമില്ല മിസ്, വെറുതെ ഒന്നുമല്ല, ഞാൻ കാണുന്നുണ്ടൊക്കെയും. മിസ് ഒറ്റയ്ക്കാണോ? അതെ. ഫാമിലി എനിക്കാരും ഇല്ലടോ. ഉണ്ടായിരുന്നു, ഇപ്പം തനിച്ച. ഒന്നോർത്താ ഇതാണ് സുഖം. ആരും ഒന്നിനും നിർബന്ധം പിടിക്കില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാം. പിന്നെ ഈ ധൈര്യം വൈകി വന്ന കൂട്ടുകാരനാ, ഇനി കൈവിടില്ല. വസുവിന് ഒന്നും അങ്ങോട്ട് ക്ലിയർ ആയില്ല. ഇടവഴി എത്തിയതും വസു പറഞ്ഞു, ഇവിടെ മതി. ഇവിടെയാണോ വീട്? കുറച്ചുള്ളിലേക്ക് കയറണം. അത് ഞാൻ നടന്നോളാം. മിസ് പോയിക്കോ. ശരി. അവൻ ഇറങ്ങിയതും അവർ കാർ വിട്ടുപോയി. കണ്ണാ, നിന്റെ ബുള്ളറ്റ് എവിടെ? ചോദ്യം കേട്ട് അവൻ തിരിഞ്ഞു. അങ്കിളോ, ഇതെന്താ ഇവിടെ? ഞാൻ വെറുതെ. ആ, ഒരിടത്ത് അടങ്ങിയിരുന്ന ശീലമല്ലോ അല്ലേ? അയാളൊന്ന് ചിരിച്ചു. അയാളുടെ പൂച്ചക്കണ്ണുകൾ അവൻ നോക്കി നിന്നു. മറ്റു 2 പൂച്ചക്കണ്ണുകൾ അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. മനു അങ്കിൾ, ഈ കണ്ണുകൾ അങ്കിളിന് നല്ല ഭംഗിയാണ്. അമ്മമ്മയുടെ പാരമ്പര്യം കിട്ടിയതല്ലേ? മനു ഒന്ന് ചിരിച്ചു. വാ, ചോദിക്കട്ടെ. അയാൾ അവൻ്റെ തോളിൽ കൈയിട്ടു. അങ്കിൾ എന്താ ഇതുവരെ കല്യാണം കഴിക്കാത്തത്? അയാൾ പെട്ടെന്ന് നിശബ്ദനായി. എന്താ അങ്കിൾ, ഇന്ന് വരെ എൻ്റെ ഈ ഒരു ചോദ്യത്തിന് മാത്രം അങ്കിൾ ഉത്തരം തരാത്തത്? അയാളൊന്ന് ചിരിച്ചെന്ന് വരുത്തി. സമയമാകുമ്പോൾ പറയാം കേട്ടോ. നീ നിന്റെ കാര്യം പറ, കേൾക്കട്ടെ. അവൻ്റെ ഉള്ളിൽ വീണ്ടും ആ പൂച്ചക്കണ്ണുകൾ തെളിഞ്ഞു. അല്ല, നിന്നെ ആരാ ഡ്രോപ്പ് ചെയ്തേ? ഫ്രണ്ട്സാണോ? അല്ലെങ്കിൽ എൻ്റെ മിസ്സാ, ഒരു പാവം. മിസ്സും അങ്കിളിനെ പോലാ, കല്യാണം കഴിച്ചിട്ടില്ല, തനിച്ച. അതിൽ അവർക്കും എന്തെങ്കിലും കാരണം കാണും. അങ്കിളിനെ പോലെ അല്ലേ? വസു അയാളെ നോക്കി. നീ അത് വിട്. നിന്നെ ആരാ പെയിൻറ്റിൽ മുക്കിയത്? കണ്ടു അല്ലേ? രാവിലെ നിന്നെ ഇവിടെ വെച്ച് കണ്ടതും നിന്നെ കണ്ട കാര്യം വീട്ടിൽ പറയണ്ട എന്ന് പറഞ്ഞതും ആ ഡ്രസ്സും കൂടി കണ്ടപ്പോൾ കാര്യം എനിക്ക് പിടികിട്ടി. പറ, ആരാ ആ മിടുക്കി? അതൊരു പെണ്ണാണെന്ന് അങ്കിളിനെങ്ങനെ മനസ്സിലായി? അയാൾ പുഞ്ചിരിച്ചു. അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയുടെ ഒന്നും ആവശ്യമില്ല എൻ്റെ കണ്ണാ. ശരിയാ അങ്കിള് പറഞ്ഞത്. ഒരു തെറിച്ച സാധനം എന്നെ ഇട്ട് വട്ടം കറക്കുക. അവൻ ഓരോന്നായി അയാളോട് പറഞ്ഞു തുടങ്ങി. അയാൾ ചിരിയോടെയാണ് എല്ലാം കേട്ടത്. അങ്കിൾ, മറ്റൊരു കാര്യം. ആ ചട്ടമ്പിക്ക് അങ്കിളിനെ പോലെ പൂച്ചക്കണ്ണാ. അയാൾ അവനെ അമ്പരന്ന് നോക്കി. അതേന്നേ, ശരിക്കും. എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണമല്ലോ. എന്തിനാ? അതൊക്കെയുണ്ട്.
എന്നാ നാളെ രാവിലെ റെഡി ആയിക്കോ. സൾഫ്യൂരിക് ആസിഡിന് കൈയും കാലും വെച്ച മുതലാ. എന്തായാലും ഞാനൊന്ന് കാണട്ടെ ആ മിടുക്കിയെ. അയാൾ പറഞ്ഞതും അവൻ തലയാട്ടി. അവർ ഒരുമിച്ച് വീട്ടിലേക്ക് നടന്നു. അങ്കിൾ അവളെ കാണുമ്പോൾ എന്താകും ഉണ്ടാകുക എന്ന ചിന്തയായിരുന്നു വസുവിനപ്പോൾ.